പി അൻവർ CPM-ന്റെ സ്വതന്ത്ര നിലമ്പൂർ MLA-യുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ഏകദേശം 2.5 മണിക്കൂറാണ് നീണ്ടു നിന്നത്. ഞാൻ അദ്ദേഹത്തെ ചില കാര്യങ്ങൾ എതിർക്കുന്നയാളാണ്. പക്ഷെ 2 പോയിന്റ് അൻവർ പറഞ്ഞതിൽ 100% സത്യമാണ്. കാരണം ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഞാൻ പല CPM-ന്റെ സഖാക്കൾക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, ഇതിനകത്ത് അൻവർ പറഞ്ഞ ചില കാരണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇപ്പൊ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതേപോലെ സംസ്ഥാന സമിതിയും MLA-മാരും സീനിയർ നേതാക്കളൊക്കെ പറഞ്ഞു 2 പോയിന്റിൽ അൻവർ പറഞ്ഞത് ഞങ്ങൾ പാർട്ടിക്കകത്ത് സ്ഥിരം സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊന്ന്, ഇവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമകൻ, ഞാൻ നേരത്തെ പറഞ്ഞ വെറും മൊണ്ണയാണ് ഈ കിഴങ്ങൻ. ഇയാൾക്ക് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾ കൊടുത്തിരിക്കുന്ന 2 പോർട്ട്ഫോളിയോ, ഒന്ന് പൊതുമരാമത്തും രണ്ടാമത് ടൂറിസം, പിന്നെ പലതിൻ്റെ അഡീഷണൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ മൊണ്ണ അവിടെ ഈ 10, 40, 45, 50 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി അടിയും പിടിയും കൊണ്ട് പലതുമായ ഒന്നുമല്ലാതായ പല സഖാക്കളും ഈ പാർട്ടി ആവശ്യവുമായിട്ട് പോകും, അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിൽ ഇയാൾ പ്രവർത്തിക്കും. ഈ മൊണ്ണ സംസാരിക്കുന്നത് ഇതെന്നോട് പറഞ്ഞ സീനിയർ നേതാവാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, എന്തും ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റുമോ? പിണറായി വിജയനോട് പറയാൻ പറ്റുമോ? റിയാസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയാൻ പറ്റില്ല. കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളെ അറ്റാക്ക് ചെയ്ത് കണ്ടു, ഏത് രീതിയിലായിരുന്നുവെന്ന്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ലീഡറാണ്. അപ്പം മുഖ്യമന്ത്രിയും അയാളുടെ കുടുംബത്തിന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും അയാൾ കാട്ടിക്കൂട്ടുന്നൊരു സംഭവമാണ് റിയാസ്. ഈ പാർട്ടിയെ നശിപ്പിക്കുവാൻ വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് റിയാസിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളെയാണ് മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട 2 പോർട്ട്ഫോളിയോയും എടുത്തു അടുത്തിരുത്തിയേക്കുന്നത്. അയാൾ ഈ പറയുന്ന ഒരു ബഹുമാനവും പാർട്ടിയുടെ പല സീനിയർ സഖാക്കൾക്കും MLA-മാർക്കും ഒരു രീതിയിലുള്ള കൺസിഡറേഷൻ കാണിക്കുന്നില്ല. അവർ പറയുന്ന സഖാക്കൾ പറയുന്ന കൺസിഡറേഷൻ അല്ല, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോയാൽ പോലും. കാരണം തലയ്ക്കകത്ത് അഹങ്കാരം മൂത്തവനാണ് ഇവൻ. ഇങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പം മുഖ്യമന്ത്രിക്ക് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് റിയാസിനെ കൊണ്ടുവരണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇന്ന് കാണുന്ന പ്രശ്നം, അതായത് വലിയൊരു ഭൂരിപക്ഷം ഈ PV അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ താങ്കളുടെ മരുമകനാണ് ഇതിന് കാരണം. താങ്കൾ ഈ ചെയ്യുന്ന അനാവശ്യമായ പല ഡിസ്ക്രീഷൻസും, എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണിത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവരെ മുഴുവനും അവഗണിച്ച് ഒരു സ്ഥാനവും യോഗ്യതയല്ലാത്ത ഈ മരമൊണ്ണയെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട്, അതാണ് താങ്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. 2ാമത്തെ പ്രാവശ്യം കേരളത്തിന്റെ ചരിത്രത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് മുഖ്യമന്ത്രിയായ താങ്കളെ അൺസെറിമോണിയസ് ആയിട്ട് എവിക്ഷൻ, അതായത് പുറത്താക്കുന്ന അതിന്റെ കാരണം താങ്കളുടെ ഈ മരുമകന് കൊടുത്ത ഈ അപ്പോയിന്റ്മെന്റ് ആണ്. ഇതിനകത്ത് ഈ റിയാസുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ പല ഈഴവ ഹിന്ദു സഖാക്കൾക്ക് വളരെ പ്രശ്നമാണ് സംഭവം. ഞാൻ ഈ വെറുതെ പറയല്ല ഈ സംഭവം. കാരണം ഇയാള് മുസ്ലിം പ്രീണനമാണോ ക്ണാപ്പാണോ, കാരണം വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. കാരണം മരുമകന് വേണ്ടി താങ്കൾ എന്തും ചെയ്യുന്ന രീതിയിലോട്ട് പോകുന്നു. പല ആളുകളും, പല സീനിയർ സഖാക്കളും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നില്ല പബ്ലിക്കിനോട്, അതായത് മീഡിയയെ കൂടെ പറയുന്നില്ല. കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ മുഴുവനും താങ്കൾ കൺട്രോൾ ചെയ്യുകയാണ്. പല യൂട്യൂബേഴ്സ് ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയെ കൂടെ, പക്ഷെ താങ്കൾ മുഴുവനും ഗൗനിക്കുന്നില്ല. അതിൻ്റെ റിയാക്ഷനാണ് ഈ PV അൻവറിനെ പാർട്ടിയിലെ സഖാക്കൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ചില പാർട്ടി ലൈൻ്റെ പേര് പലരും തിരികെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അൻവർ ഈ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് സത്യങ്ങളുണ്ട്. ഇനി 2ാമത്തെ കാര്യം, കേരളത്തിലെ ഹോം മിനിസ്റ്റർ, അതായത് കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുവാൻ പിണറായി വിജയന് കഴിവില്ല, സത്യം.
ലോകത്തില്ലാത്ത, കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത സെക്യൂരിറ്റിയുമായിട്ട് പോലീസുമായിട്ട് നടക്കേണ്ട ആളാണോ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി? കാരണം പോലീസിനെ പറ്റി ഒരു കോപ്പും അറിയത്തില്ല മുഖ്യമന്ത്രിക്ക്. ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മാറിക്കൊടുക്കുക, വേറെ ആൾക്കാരുണ്ട്. കാരണം പോലീസ് എന്ന് പറയുന്നത്, കേരളത്തിലെ പോലീസ്, ഞാൻ MR അജിത് കുമാറിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, പൊതുവെ പോലീസിന്റെ ഭരണം വൻ പരാജയമാണ്. അതായത് CPMന്റെ പോലീസ് സംഘടനയുമായി ബന്ധപ്പെട്ട പോലീസുകാർ തന്നെ പറഞ്ഞു. കാരണം ഈ മുഖ്യമന്ത്രിക്ക് ഇത് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പോലീസ് സേനയിലുണ്ട്. പല SHOമാരും DYSPമാരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കാരണം ഇവർ പറയുന്നത്, പണ്ട് ഞങ്ങൾക്കൊക്കെ ഈ SHO, അതായത് ലോ ആൻഡ് ഓർഡറിനകത്ത് വരാൻ വലിയ താല്പര്യമാണ്, കാരണം വലിയ പവറുണ്ട്. ഇന്ന് കേരളത്തിലെ വലിയൊരു ഭൂരിപക്ഷം ഇൻസ്പെക്ടേഴ്സ്, അതായത് സർക്കിൾ ഇൻസ്പെക്ടർ, SHOമാർ, താന ഹെഡ് എന്ന് പറയും ഹിന്ദിയിൽ, താനാധാർ, അവർക്ക് വരാൻ താല്പര്യമില്ല. കാരണം അവർക്കൊരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മേളിൽ കയറുക. കാരണം ഭയങ്കര റിസ്കി ജോബായിട്ട് മാറുകയാണ്. അത് അവരുടെ ജോബിനെ ബാധിക്കുന്നു, ഫർദറായിട്ട് പോകുന്നതിനെ ബാധിക്കുന്നു, എല്ലാ രീതിയിലും പ്രശ്നമായേക്കുവാണ്. അപ്പൊ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്തതിൽ പിണറായി വിജയൻ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഒന്നാമത് നിങ്ങൾക്ക് ഭയം, വല്ലാതെ ഭയം. അതിൻ്റെ പേരിലാണ് നാട് നീളെ പോലീസ് വെച്ച് നിങ്ങൾ അടക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് 53 വയസ്സായി, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇത്രയും പോലീസിനെ കൊണ്ട് പോകേണ്ട ആവശ്യം. ഇത്രയും ഭയമാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? അത് വല്ലാത്ത നാണക്കേടുമാണ്. പിന്നെ ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPMലെ വലിയൊരു വിഭാഗം PV അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ചുമ്മാതെ സോഷ്യൽ മീഡിയയിൽ അവരങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയതല്ല. അതിൻ്റെ കാരണം മുഖ്യമന്ത്രി പല നയങ്ങളിലും മാറ്റമുണ്ടാക്കണം. അത് വളരെ അടിയന്തരമാണ്. കാരണം നിങ്ങൾ ഈ കാണിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും ഇത് സാധാരണ ജനങ്ങളെയും പാർട്ടിക്കാരെയും ഡീപ്പായിട്ട് ബാധിക്കുന്നുണ്ട്. അത് മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. അത് മാറ്റുക. ഈ കുടുംബവുമായിട്ടുള്ള നിങ്ങളുടെ ഈ സംഭവം, അതായത് റിയാസും മകള്, ഈ പുല്ലൊക്കെ മാറ്റണം. ഇതൊന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സഖാക്കന്മാരും ചെയ്യാത്തതാണ് താങ്കൾ ചെയ്യുന്നത്. താങ്കൾക്ക് ഭയമാണ്, അസുഖക്കാരനാണ്, ഇപ്പൊ എന്ത് പറ്റിയാൽ കുടുംബത്തിന് എന്ത് സഹിക്കും, എന്താണോ ഉണ്ടായത്, ഭയം താങ്കൾക്കുണ്ട്. അത് ആദ്യം മാറ്റി വെക്കും. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് നാളെ എന്താകും ഉദ്ദേശിച്ചൊന്നും അല്ല. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോകണം. ആലോചിക്കുക, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറി. അതാണ് PV അൻവറിന് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. ഇത്രയും ക്രിമിനൽ കേസും ക്രിമിനലുമായ PV അൻവറിനെ ഇത്രയും പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് കാര്യമായിട്ട് പ്രശ്നമുണ്ട്. മനസ്സിലാക്കുക. പാർട്ടിയിലെ പലരും താങ്കളെ ഭയന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ PV അൻവർ മുന്നോട്ട് വന്നതിന് ശേഷം നിങ്ങൾ കണ്ടോണം, ഈ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാകും. പലരും തലപൊക്കാൻ തുടങ്ങും. ഇപ്പം പ്രതിഭ പറയാൻ തുടങ്ങി. ഇനി അതേപോലെ ഓരോ ആൾക്കാരും പറയാൻ തുടങ്ങും. ഇവിടെയാണ് പിണറായി വിജയന്റെ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ തയ്യാറാകണം. ആദ്യം ആ മൊണ്ണ റിയാസിനെ എടുത്ത് ഊരക്കളയണം, മന്ത്രിസ്ഥാനത്ത് മാറ്റണം, അവരോട് വേറെ പണി നോക്കാൻ പറയണം. അതുപോലെ ആഭ്യന്തര മന്ത്രിസ്ഥാനം താങ്കൾ ഒഴിയണം. താങ്കൾക്ക് പറ്റാത്ത ജോലിയാണ്. ഒന്നാം താങ്കൾക്ക് അസുഖമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന് സമയം വേണം. അപ്പൊ അതിന് പറ്റിയ ഒരാളെ എടുക്കുക. താങ്കൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക. എല്ലാം കൺട്രോളിൽ വെച്ച് മക്കൾക്കും വേണ്ടിയല്ല കേരളം ഭരിക്കേണ്ടത്. ആ തോന്നൽ താങ്കൾക്കുണ്ടായാൽ താങ്കളുടെ പലതും മാറുവാൻ സാധ്യതയുണ്ട്.